അർജുൻ എന്ത് പറ്റിയെന്ന് നമ്മൾ അറിഞ്ഞത് 73 ദിവസം കഴിഞ്ഞാണ്. അർജുൻ ഇനി ഇല്ല, ഇനി മടങ്ങി വരില്ല, ഇനി തിരിച്ചു വരില്ല, ഇനി നമുക്കിടയിൽ ഇല്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊണ്ടിരുന്നുവെങ്കിലും ആ കുടുംബം, അർജുൻ്റെ അമ്മയും അച്ഛനും ഒക്കെ പറഞ്ഞതുപോലെ കർമ്മം ചെയ്യാൻ, ഞങ്ങളുടെ വിശ്വാസപ്രകാരം കർമ്മം ചെയ്യാൻ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് കിട്ടണേ എന്ന് മാത്രമായിരുന്നു അവർ ഉള്ളുലഞ്ഞുകൊണ്ട് പറഞ്ഞിരുന്നത്. ഗംഗാവല്ലിയുടെ ആഴങ്ങളിൽ നമ്മൾ വീണ്ടെടുത്തു അർജുന് പ്രിയപ്പെട്ട എല്ലാം വീണ്ടെടുത്തു. ഇന്നിപ്പോൾ അഗ്നി ഏറ്റുവാങ്ങിക്കഴിഞ്ഞു നമ്മുടെ പ്രിയപ്പെട്ട അർജുനെ. നോക്കൂ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഇതുവരെ അർജുൻ ആരാണെന്നറിയാത്ത, അർജുനോട് ഒരു തവണ പോലും സംസാരിക്കാത്ത എത്രയെത്ര മനുഷ്യരാണ് ഇന്നലെ ശിരൂര് മുതൽ ഇന്ന് കണ്ണാടിക്കൽ എന്ന കോഴിക്കോടെ ആ ഒരു കൊച്ചു ഗ്രാമം വരെ അവന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ, അവന് വേണ്ടി കണ്ണടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ വേണ്ടി ഒഴുകിയെത്തിയത്. ഇന്ന് കണ്ണാടിക്കലിൽ കണ്ടതാണ് കേരളം. ഇത് കേരളത്തിൻ്റെ പരിച്ഛേദമാണ്. അർജുൻ ഇന്ന് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനാണ്, നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗമാണ്. അർജുനെ മലയാളി ഒരിക്കലും മറക്കില്ല. അർജുന് വേണ്ടി പ്രാർത്ഥിക്കാത്ത മലയാളിയും ഒരുപക്ഷെ ഉണ്ടാകില്ല. അവൻ തിരിച്ചു വരുമെന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഇനിയില്ല എന്ന ആ തിരിച്ചറിവിൽ കാത്തിരിപ്പ് ഏറ്റവും വേദനയാണ്. എന്ത് സംഭവിച്ചു എന്നറിയാനുള്ള കാത്തിരിപ്പ് ഏറ്റവും വലിയൊരു നോവാണ്. ആ കാത്തിരിപ്പിന്റെ അവസാനം കൂടിയാണ് നമ്മൾ ഈ കാണുന്ന എരിഞ്ഞൊടുങ്ങുന്ന ഈ ദൃശ്യങ്ങൾ. അർജുൻ ഇല്ല, അർജുൻ്റെ ഓർമ്മകൾ മാത്രമാണ് ഇനി നമ്മുടെയൊക്കെ മനസ്സിൽ അവശേഷിക്കുന്നത്. പക്ഷെ അപ്പോഴും അർജുൻ്റെ കുടുംബത്തെ മലയാളി, കേരളം മാത്രമല്ല എല്ലാവരും ചേർത്ത് പിടിക്കുന്നുണ്ട്. അന്ത്യയാത്രയിൽ അവനെ ഒറ്റയ്ക്കാക്കിയില്ല. ഇന്നലെ ആ ശിരൂരിൽ നിന്ന് ആ ആംബുലൻസ് പുറപ്പെട്ടത് മുതൽ മലയാളികൾ, അർജുനെ വാർത്തകളിലൂടെ അറിഞ്ഞ മലയാളികൾ, മറ്റ് ദേശക്കാരെല്ലാം അവന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി, അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. ഉടുപ്പിയിൽ വെച്ച് ഈശ്വർ മാൽപേ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി എത്തിയ നിമിഷം അത് നെഞ്ചുലയ്ക്കുന്നൊരു ദൃശ്യമായിരുന്നു. പലതവണ അർജുനെ ഗംഗാവല്ലിയുടെ ആഴങ്ങളിൽ നിന്ന് മുങ്ങിത്തപ്പാൻ വേണ്ടി സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ഗംഗാവല്ലിയുടെ ആഴങ്ങളിലേക്ക് ചാടിയ ഈശ്വർ മാൽപേ ഉടുപ്പിയിലേക്ക് എത്തിയപ്പോൾ അത് ഒരു ഹൃദയഭേദകമായ ഒരു കാഴ്ചയായിരുന്നു. അങ്ങനെ ആ അന്ത്യയാത്രയിലും അർജുനെ, നമ്മുടെ പ്രിയപ്പെട്ട അർജുനെ തനിച്ചാക്കിയില്ല. ഇന്ന് നോക്കൂ, ആ കണ്ണാടിക്കൽ ഗ്രാമം, അവിടെ കാണുന്നത് എന്താണെന്ന് നോക്കൂ. ഒരു പക്ഷേ ഒരിക്കലും അർജുനെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത, അർജുൻ ആരാണെന്നറിയാത്ത, അർജുനോട് ഒരിക്കൽ പോലും സംസാരിച്ചിട്ടില്ലാത്ത, അർജുൻ്റെ കുടുംബത്തെ അറിയാത്ത, കണ്ണാടിക്കൽ ഗ്രാമത്തിലേക്ക് പോലും ഒരുപക്ഷെ ഇതുവരെ പോയിട്ടില്ലാത്ത ആളുകളൊക്കെ അവിടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്രമേൽ ഹൃദയത്തിൽ അവൻ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. ഇന്ന് മലയാളികളുടെ മനസ്സിൽ, മലയാളികളുടെ ഹൃദയത്തിലാണ് പ്രിയപ്പെട്ട അർജുന് സ്ഥാനം. അല്പസമയം മുൻപ് മതാചാരപ്രകാരം അർജുൻ്റെ സംസ്കാര ചടങ്ങുകൾ നമ്മൾ പൂർത്തിയാക്കി. ആ കുടുംബത്തിനൊപ്പം ഇന്ന് കേരളമുണ്ട്, മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ട് നമ്മളെല്ലാവരുമുണ്ട്. അർജുൻ്റെ മകൻ്റെ ഉള്ളുലയ്ക്കുന്ന അയാൻ്റെ ആ കരച്ചിൽ എത്ര കാലം കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ നിന്ന് മായുകയില്ല. നോക്കൂ, ഈ തെരച്ചിലിൻ്റെ ഭാഗമായി പലതും ഗംഗാവല്ലിയിൽ നിന്ന് നമ്മൾ വീണ്ടെടുത്തു. ആ ടാങ്കർ ലോറിക്കൊക്കെ എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ കണ്ടതാണ്. പക്ഷേ അർജുൻ്റെ പ്രിയപ്പെട്ട അയാൻ്റെ ആ കളിപ്പാട്ടത്തിന് ഒരു പോറൽ പോലും ഏൽക്കാതെ നമുക്ക് വീണ്ടെടുക്കാൻ കഴിഞ്ഞു. അർജുനും അയാനും ആ ലോറി വെച്ച് കളിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. എത്രമേൽ അയാനും അർജുനും പ്രിയപ്പെട്ടതായിരുന്നു ആ കളിപ്പാട്ടമെന്ന് ആ ദൃശ്യങ്ങൾ നമ്മളോട് പറഞ്ഞു. അത് കഴിഞ്ഞാണ് ആ തെരച്ചിലിൽ അയാന്റെ കളിപ്പാട്ടം, അർജുൻ നെഞ്ചോട് ചേർത്ത് വെച്ചിരുന്ന ആ കളിപ്പാട്ടം നമ്മൾ ആ തെരച്ചിലിൽ വീണ്ടെടുത്തത്, ഒരു പോറൽ പോലും ഏൽക്കാതെ. ഭാരത് ബെൻസിന്റെ ലോറിക്ക് എന്തു പറ്റി, ടാറ്റയുടെ ടാങ്കർ ലോറിക്ക് എന്തു പറ്റി നമ്മൾ കണ്ടു. പക്ഷെ ആ കളിപ്പാട്ടത്തിന് ഒരു പോറൽ പോലും ഏറ്റില്ല. കളിക്കാൻ പ്രിയപ്പെട്ട അച്ഛൻ ഇനിയില്ല. പക്ഷേ നോവായി അർജുൻ നെഞ്ചോട് ചേർത്ത് വെച്ച ആ കളിപ്പാട്ടം അയാന് തിരികെ നൽകി. KV രാഹുൽ അവിടെയുണ്ട്. രാഹുൽ, കണ്ണാടിക്കലിൽ ഇന്ന് നമ്മൾ കാണുന്നത് കേരളത്തെയാണ്. ഒരു പരിചയവുമില്ലാത്ത അർജുനു വേണ്ടി പ്രാർത്ഥിക്കാൻ, കണ്ണീരൊഴുക്കാൻ, അവൻ്റെ കുടുംബത്തിന് താങ്ങായി തണലായി നിൽക്കാൻ ഇന്നവിടെ കേരളമുണ്ട്.
ആര്യ, അർജുൻ വിട ചൊല്ലിയിരിക്കുകയാണ് കുടുംബവും കേരളം ഒന്നടങ്കവും. പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ ഒരു പരിച്ഛേദം തന്നെയാണ് കണ്ണാടിക്കലിലേക്ക് ഒഴുകിയെത്തിയതെന്നാണ്. എല്ലാ നാട്ടിൽ നിന്നുമുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് വന്നു അർജുനെ അവസാനമായി കാണുന്നതിനായി. നേരിട്ട് പരിചയമുള്ള ആളുകൾ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആളുകൾ, മാധ്യമങ്ങളിലൂടെ മാത്രം പരിചയമുള്ള ആളുകളൊക്കെയായി ഒഴുകിയെത്തുകയാണ് ഉണ്ടായത്. അതിൽ അർജുന് വിട ചൊല്ലിയിരിക്കുന്നു. ചിത എരിയുകയാണ്. സഹോദരൻ അഭിജിത്താണ് ചിതയ്ക്ക് തീ കൊളുത്തിയത്. അത്യന്തം ദുഃഖകരമായ, വാക്കുകളിൽ പറയാൻ കഴിയാത്ത നിമിഷങ്ങളാണ് ഉണ്ടായിരുന്നത്. കാരണം അർജുൻ്റെ മകനെ എടുത്ത് ചിതയുടെ അടുത്തേക്ക് കൊണ്ടുവന്ന ആ ഒരു നിമിഷമൊക്കെ അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ അത്രയേറെ ബുദ്ധിമുട്ട് ഞാനും അനുഭവപ്പെടുകയാണ്. മകൻ പൊട്ടിക്കരയുകയാണ് ഉണ്ടായത്. ആദ്യം മകനെ ഒക്കെ തിരുത്തി ചിതയ്ക്ക് വലം വെച്ചു. അതിനുശേഷമാണ് സഹോദരനായ അഭിജിത്തും ജിതിനുമൊക്കെ ചിതയ്ക്ക് വലം വെച്ചത്. പിന്നീട് ചടങ്ങുകൾ പൂർത്തിയാക്കി അർജുൻ്റെ വസ്ത്രം ചിതയ്ക്ക് മുകളിൽ കൊണ്ടുവച്ചു. അതിനുശേഷമുള്ള കുറച്ച് ചടങ്ങുകൾ പിന്നാലെയാണ് സഹോദരൻ അഭിജിത്ത് ചിതയ്ക്ക് തീ കൊളുത്തിയത്. അതിനു മുൻപും അച്ഛനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി മകന് അവസരമൊരുക്കിയെന്നതാണ്. മകൻ അപ്പോഴും പൊട്ടിക്കരയുകയാണ് ഉണ്ടായത്. പിന്നീട് അമ്മയുടെ, കൃഷ്ണപ്രിയയുടെ കൈകളിലാണ് മകനുണ്ടായത്. മകൻ കരഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. പിന്നെ സഹോദരൻ അഭിജിത്ത് ചിതയ്ക്ക് തീ കൊളുത്തി. ബന്ധുക്കൾ ഏതായാലും ചിതയുടെ അടുത്ത് നിന്ന് മാറിയിട്ടുണ്ട്. തിങ്ങിക്കൂടി നിന്ന ജനങ്ങളും ഒഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതായത് അർജുനെ കാണുന്നതിന് വേണ്ടി, കുടുംബത്തെ കഴിയതും വിധത്തിൽ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി ഒഴുകിയെത്ത ആളുകൾ കണ്ണാടിക്കലിൽ നിന്ന് ഒഴിഞ്ഞു തുടങ്ങി എന്നതാണ്. പക്ഷേ ആ ഒരു വൈകാരികമായ നിമിഷങ്ങളൊക്കെ തന്നെ അതുപോലെ തുടരുന്നു എന്നതുകൂടിയാണ്. എല്ലാവരെയും സംബന്ധിച്ച് അർജുൻ ഇനി കണ്ണീരോർമ്മയാണ്. കുടുംബത്തിന് ഒരു കാലഘട്ടത്തിലും നികത്താൻ കഴിയാത്ത ശൂന്യത കൂടിയാണ് എന്നതാണ്. അതുകൊണ്ടാണ് ഇത്രയും അധികം ആളുകൾ, ജനപ്രതിനിധികൾ, കർണാടകത്തിൻ്റെയും കേരളത്തിൻ്റെയും പ്രതിനിധികൾ വന്ന് കുടുംബത്തിനൊപ്പം നിൽക്കുന്നത് എന്നത് തന്നെയാണ്. ഒപ്പം നിന്ന് എല്ലാവർക്കും നന്ദി പറയുക കൂടി തന്നെയാണ് കുടുംബം ഇപ്പോഴും ചെയ്യുന്നത്. ആര്യ, 9 മണിയോടുകൂടിയാണ് മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവന്നത്. 6 മണിയോടെ കോഴിക്കോട് ജില്ലാ അതിർത്തിയായ അഴീറിൽ വെച്ച് മന്ത്രി എ.കെ. ശശീന്ദ്രൻ മൃതദേഹം ഏറ്റുവാങ്ങി. ജില്ലാ കളക്ടർ അടക്കം ഒപ്പമുണ്ടായി. അവിടെ നിന്ന് അവർ ആംബുലൻസിനെ അനുഗമിച്ചുകൊണ്ടാണ് പിന്നീട് നാട്ടിലേക്ക് മൃതദേഹം ആംബുലൻസ് വന്നത്. പൂളാടിക്കുന്നിലും നൂറുകണക്കിന് ആളുകൾ തടിച്ചുകൂടി നിന്നു. അവർക്കും ഒരു നോക്ക് അർജുനെ കാണുന്നതിന് വേണ്ടി അവസരമൊരുക്കി എന്നതാണ്. അവിടെ നിന്ന് കണ്ണാടിക്കലിലേക്ക് കൊണ്ടുവന്നു. കണ്ണാടിക്കൽ ബസാറിൽ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് ജനസഞ്ചയമുണ്ടായത്. അവിടെ മണൽ വാരി എറിഞ്ഞാൽ നിലത്ത് വീഴാൻ കഴിയാത്ത വിധത്തിൽ ആളുകൾ തടിച്ചുകൂടി നിന്നു. അർജുൻ്റെ ജന്മനാടാണ്, കളിച്ചു വളർന്ന ജീവിച്ച സ്ഥലമാണ്. അറിയുന്നവരും അറിയാത്തവരുമായ ആളുകൾ തടിച്ചുകൂടി കണ്ണാടിക്കൽ ബസാറിൽ. ആംബുലൻസ് മുന്നാലെ വന്നു. പിന്നാലെ ഈ ആയിരങ്ങൾ വീട്ടിലേക്ക് ഒഴുകി വന്നു. ആദ്യം മൃതദേഹം വീടിനകത്തേക്ക് കൊണ്ടുപോയി പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മാത്രമായി കുറച്ച് സമയം വച്ചു. പൊട്ടിക്കരയുക, അലമുറയിട്ട് കരയുകയായിരുന്നു കുടുംബാംഗങ്ങൾ ഓരോരുത്തരും. അതിനുശേഷം മൃതദേഹം വീട്ടുമുറ്റത്ത് പൊതുദർശനത്തിന് വച്ചു. ഒഴുകി വന്ന ആളുകൾ അർജുനെ കണ്ട് അന്ത്യയാത്ര നൽകി. പൊതുദർശനം ഏകദേശം ഒരു 11:30 പൂർത്തിയായത്. അതിനുശേഷം ചിതയിലേക്ക് വീടിന്, അതായത് അർജുൻ അധ്വാനിച്ച് നിർമ്മിച്ച വീടാണ്. ഈ കുടുംബത്തിൻ്റെ ആശ്രയം നട്ടെല്ലായിരുന്നു അർജുൻ എന്നതാണ്. അർജുൻ പണിയെടുത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ്. ആ വീട്ടിലാണ് അധികകാലം ജീവിക്കാൻ കഴിയാത്ത വിധം വിധി അർജുനെ വേട്ടയാടിയത്. ആ വീടിനോട് ചേർന്ന് തന്നെ വലതുവശത്ത് പുറകിലേക്കായാണ് ചിതയൊരുക്കിയത്. ചിതയിലേക്ക് എടുത്തു. പറഞ്ഞതുപോലെ മകനെ കൊണ്ടുവന്ന് കാണിച്ചു. ചിതയ്ക്ക് സഹോദരൻ അഭിജിത്ത് തീ കൊളുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൽ അത്യന്തം ദുഃഖകരം. അപ്പം ഏതായാലും ആ കുടുംബാംഗങ്ങൾ, സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത ആളുകൾ ചിതയുടെ സമീപത്തു നിന്ന് മാറിയിട്ടുണ്ട്. പറഞ്ഞതുപോലെ ആളുകളും ഒഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഒരു കാലവും മറക്കാത്ത വിധത്തിൽ അർജുൻ എല്ലാവരുടെയും മനസ്സിൽ തുടരും എന്ന് തന്നെയാണ്. എരിഞ്ഞടങ്ങി സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് കണ്ണാടിക്കൽ വീട്ടിൽ. അർജുൻ്റെ പരിശ്രമമാണ് ആ വീട്. അർജുൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ആ വീട്. ആ വീടിനരികിലാണ് അർജുൻ്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായത്. ജനസാഗരമാണ് സാക്ഷിയാകാൻ എത്തിയത്. അർജുൻ ഇനിയില്ല എന്നുള്ളത് നമ്മൾ ഉൾക്കൊണ്ട യാഥാർത്ഥ്യമാണ്. പക്ഷേ അർജുൻ്റെ കുടുംബത്തെ നമ്മൾ ചേർത്ത് പിടിക്കുകയാണ്, നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ്. നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ് ഇന്ന് അർജുൻ. പലരുടെയും സംസാരം, പലരും പറഞ്ഞ അർജുനെ കുറിച്ചുള്ള അവരുടെ ഓർമ്മകളൊക്കെ ഈ ദിവസങ്ങളിൽ പങ്കുവെക്കുന്നത് നമ്മൾ കേട്ടു. പ്രളയകാലത്ത്, കോവിഡ് കാലത്ത്
എല്ലാ പ്രയാസഘട്ടങ്ങളിലും എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും നാടിന് കൈത്താങ്ങായി നിന്ന വ്യക്തിയാണ് അർജുൻ. അത് ആ സ്നേഹം, ആ കരുതൽ, ആ തണൽ, അതെല്ലാം ഇന്ന് നാട് ആ കണ്ണാടിക്കൽ എന്ന ഗ്രാമം മാത്രമല്ല, മലയാളികൾ മുഴുവൻ നെഞ്ചോട് ചേർത്ത് പിടിച്ച്, ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് 10 മടങ്ങായി അർജുനും അർജുൻ്റെ കുടുംബത്തിനും ആ സ്നേഹവും കരുതലും തിരിച്ച് നൽകുകയാണ്.